ഒരു ദിവസം ഒരു മരം വെട്ടുകാരൻ മരവ്യാപാരിയുടെ അടുത്ത് ജോലിക്ക് അപേക്ഷിച്ചു. ശരീരപുഷ്ടിയും ദൃഢനിശ്ചയവും കണ്ട വ്യാപാരി അവനെ ഉടൻ തന്നെ ജോലിക്കെടുത്തു. നല്ല ശമ്പളവും മികച്ച ജോലി സാഹചര്യങ്ങളും അതെല്ലാം തന്നെ അവനവൻ്റെ ഭാഗ്യമായി കരുതി. ആദ്യ ദിവസം തന്നെ അവൻ 10 മരങ്ങൾ വെട്ടി. ബോസ് അതിശയിച്ചു. അത്ഭുതം, ഇങ്ങനെ തന്നെ തുടരൂ എന്ന് പറഞ്ഞ് ബോസ് അവൻ്റെ തോളിൽ തട്ടി പ്രോത്സാഹിപ്പിച്ചു. പ്രശംസയാൽ ഉത്സാഹിതനായ മരം വെട്ടുകാരൻ അടുത്ത ദിവസം കൂടുതൽ പരിശ്രമിച്ചു. പക്ഷേ അന്ന് അവന് വെട്ടാൻ സാധിച്ചത് വെറും 8 മരങ്ങൾ മാത്രമായിരുന്നു. എന്നിട്ടും അവൻ പിന്മാറിയില്ല. അടുത്ത ദിവസം കൂടുതൽ പരിശ്രമിച്ചു. ഫലം വെറും 3 മരങ്ങൾ മാത്രം. ലജ്ജയോടെയും നിരാശയോടും കൂടി അവനവൻ്റെ ബോസിന്റെ മുറിയിലേക്ക് ചെന്നു. സാർ, എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ശക്തി കുറഞ്ഞു പോകുന്നതായി തോന്നുന്നു. ബോസ് കുറച്ചു നേരം അവനെ നോക്കി നിന്നു. എന്നിട്ട് ശാന്തമായി ചോദിച്ചു, നീ അവസാനമായി നിന്റെ കോടാലിക്ക് മൂർച്ച കൂട്ടിയത് എപ്പോഴാണ്? മരം വെട്ടുകാരൻ ഞെട്ടി. മൂർച്ച കൂട്ടാനോ സാർ? എനിക്ക് സമയമുണ്ടായിരുന്നില്ല. ഞാൻ മരം വെട്ടുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ബോസ് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അതുതന്നെയാണ് നിന്റെ പ്രശ്നം. ആ കോടാലി പോലെ കാലക്രമേണ നമ്മളുടെ മൂർച്ചയും കുറയുന്നുണ്ട്. ഡെഡ് ലൈനുകൾക്കും സ്വപ്നങ്ങൾക്കും അംഗീകാരങ്ങൾക്കും പുറകെ ഓടുന്ന സമയത്ത് വിശ്രമിക്കാനും ചിന്തിക്കാനും നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും മൂർച്ചപ്പെടുത്താനും നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ കൂടുതൽ ചെയ്യുന്നതല്ല ഉത്തരം, കൂടുതൽ മൂർച്ചപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് കഠിനമായി മാത്രം ജോലി ചെയ്യരുത്, ബുദ്ധിപൂർവ്വം ജോലി ചെയ്യണം. ജീവിതത്തിൽ നിങ്ങൾ പിന്നിലായി പോകുന്നെന്ന് തോന്നുമ്പോൾ അത് ശക്തി കുറയുന്നതുകൊണ്ടല്ലെന്നും മൂർച്ച നഷ്ടപ്പെടുന്നതുകൊണ്ടാണെന്നും നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങളുടെ സമയം മുഴുവൻ മരം വെട്ടാൻ മാത്രം ചിലവഴിക്കരുത്. കുറച്ച് സമയം അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ മൂർച്ചപ്പെടുത്തണം. കാരണം കഠിനാധ്വാനം നിങ്ങളെ ക്ഷീണിപ്പിക്കും, ബുദ്ധിപൂർവമായിട്ടുള്ള പ്രവർത്തനം നിങ്ങളെ ഉയർത്തും. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.